IFAB ലോ 11 എന്താണെന്ന് കളി കാണുന്നവർക്കും കളിയെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് ഓഫ്സൈഡ് എന്ന വിഷയത്തിൽ എന്നും തർക്കമുള്ളൊരു വിഷയമാണ് ഓഫ്സൈഡ്. ആ വിഷയത്തിൽ അധികമായ ചർച്ചകളൊന്നും ആവശ്യമില്ല. ഇതിനോടകം തന്നെ ഇഷ്ടം പോലെ വിശദീകരണമെങ്കിൽ പലതും കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ പറയട്ടെ, ഓഫ്സൈഡ് കളിയുടെ ഭാഗമാണ്, അത് നിയമമാണ്. അംഗീകരിക്കാൻ പറ്റുന്ന അംഗീകരിക്കുക. എന്താണ്? പോർച്ചുഗൽ വേഴ്സസ് ക്രൊയേഷ്യ മത്സരം 2-1 പോർച്ചുഗൽ വിജയിച്ചിരിക്കുന്നു. അതാണ് ഒഫീഷ്യലായിട്ടുള്ള റിസൾട്ട്. നമ്മുടെ നാട്ടിൻപുറത്തെ സെവൻസ് കളി മുതൽ ഓഫ്സൈഡിലെ കാര്യം ചർച്ചയിൽ വരുന്നു. സെവൻസ് കളി മുതൽ, റഫറി ഇല്ലാത്ത സെവൻസ് കളി മുതൽ അന്താരാഷ്ട്ര നിലവാരമുള്ള വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 വരെ ഓഫ്സൈഡ് പറഞ്ഞ അടിയാണ്. എന്നാലും ഓഫ്സൈഡ് നിയമങ്ങളും ഫിഫയുടെ റൂളുകളും ഫിഫ കൊണ്ടുവന്നിട്ടുള്ള പുതിയ പുതിയ പരിഷ്കാരങ്ങളും അൾട്രാസൗണ്ടിന്റെ എഫക്റ്റും ഒക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ അത് ഓഫ്സൈഡ് ആയിരുന്നു. ഗോൾ നിഷേധിക്കപ്പെട്ടു. 2-1 പോർച്ചുഗൽ ജയിച്ചു. ട്രോളാനുള്ളവരും ട്രോളുന്നവരും ഒക്കെ ട്രോളുക. ഇവാൻ പെരിസിക് ബോൾ ക്രോസ് ചെയ്യുമ്പോൾ, ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ക്രോസ് ചെയ്യുമ്പോൾ മാരിയോ പസാലിച്ച് എന്ന് പറയുന്ന അസിസ്റ്റ് നൽകിയ താരം ഓഫ്സൈഡ് പൊസിഷനിലല്ലായിരുന്നു. അതിനുശേഷം ഇഗർ മാറ്റനോവിച്ചിന്റെ മുടിയിലാണ് പറഞ്ഞത്, മുടിയിൽ ഒരഞ്ഞു. കണക്റ്റഡ് ബോട്ട് ടെക്നോളജി വെച്ച് റഫറി ചെക്ക് ചെയ്തപ്പോൾ കണ്ടു മുടിയിൽ ഒരഞ്ഞ ശേഷം പന്ത് വീണ്ടും സഞ്ചരിക്കുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് റെനാറ്റോ വെഗയുടെ തലയിൽ കൊണ്ട് പന്ത് നേരെ മാരിയോ പസാലിച്ചിന് കിട്ടും. പസാലിച്ച് ക്രോസ് ചെയ്തിട്ടാണ് ഗോൾ വീഴുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒന്നെന്ന് പറഞ്ഞ് മുടിയിൽ കൊണ്ടത് ഓഫായിട്ട് പരിഗണിക്കുമോ, അതിന് വാലിഡിറ്റി ഉണ്ടോന്നൊക്കെ. മുടിയും ഓഫാണ്, തലയിൽ ഓഫാണ്. മുടിയെ കൊണ്ട് കഴിഞ്ഞാൽ അത് ഗോളാണെന്ന് പണ്ട് 4 കൊല്ലം മുമ്പ് തെളിയിക്കും. ഇഗർ മാറ്റനോവിച്ച് പറഞ്ഞില്ലല്ലോ എൻ്റെ തലയെ കൊണ്ടുവരില്ല, അദ്ദേഹം പറഞ്ഞ് സ്പർശിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടുള്ള റെനാറ്റോ വെഗയുടെ ടച്ച് ഓഫ്സൈഡ് ഈ റൂൾ 11 കൃത്യമായി പറയുന്നുണ്ട്. ഡെലിബറേറ്റ് ആയ പാസ് മാത്രമേ ഓഫ്സൈഡ് അല്ലാത്ത അവസ്ഥ വരികയുള്ളൂ. ഇത് ഡെലിബറേറ്റ് ആണോ? ഒരാളുടെ തലയെ കൊണ്ടുവരുന്ന പന്ത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അയാൾ തല കുലിച്ചടിക്കുന്ന റെനാറ്റോ വെഗ തലയിൽ മനപൂർവ്വം ചെയ്തല്ല, പന്ത് കൊണ്ടുവരുന്നതാണ്. അതൊരിക്കലും ഓഫ്സൈഡ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വാദത്തിന് വേണ്ടി എന്ത് വേണേലും പറയാം. എന്തായാലും അത് ഓഫ്സൈഡാണ്. കൃത്യമായിട്ടുള്ള തീരുമാനമാണ് എടുത്ത്. അതിനുശേഷവും 10 മിനിറ്റ് എക്സ്ട്രാ ടൈം വെച്ചിട്ട് 18 മിനിറ്റോളം കളിച്ചു. എന്നിട്ടും ഗോൾ വീണില്ല. എന്തായാലും മത്സരത്തിൻ്റെയൊക്കെ ഫലം ഇറങ്ങിയാലും ഇല്ലെങ്കിലും എന്തായാലും തർക്കങ്ങൾ പരിഗണിച്ചും ഒക്കെ നോക്കിയാലും 2 കാര്യങ്ങൾ പറയാം. ക്രൊയേഷ്യയുടെ 2 ലെജൻസ്, ഇവാൻ പെരിസിക്, ലൂക്കാ മോഡ്രിച്ച്, 2 പേരും ഇന്നത്തെ വേൾഡ് കപ്പോട് കൂടി വേൾഡ് കപ്പിലെ പടി ഇറങ്ങുകയാണ്. ലൂക്കാ മോഡ്രിച്ച് എന്തായാലും ബൂട്ടഴിക്കാൻ ഷുവർ തന്നെ പറയാം. പെരിസിച്ച് കുറച്ച് നാളും കൂടെ ചിലപ്പോൾ രാജ്യാന്തര മത്സരങ്ങളിൽ കാണാം, എന്നാൽ വേൾഡ് കപ്പിലുള്ള ഇതിലോട്ട് ഇനി വരത്തില്ല. 2 പേരും 2018 വേൾഡ് കപ്പിലെ ഏറ്റവും അറിയപ്പെട്ട താരങ്ങളുടെ രണ്ടുപേരും വിരമിക്കുകയാണ്. പിന്നെ റൊണാൾഡോയുടെ ഗോളിനെ കുറിച്ച്, പെനാൽറ്റിയെ കുറിച്ച്, ആ പെനാൽറ്റി അർഹിക്കപ്പെട്ട പെനാൽറ്റി ആണോ എന്നുള്ളതിനെ കുറിച്ച്, റെനാറ്റോ വെഗയെ ഹെഡ് ചെയ്യാൻ പോകുന്ന റെനാറ്റോ വെഗയെ നിക്കോള വ്ലാസിച്ച് പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നു, മാറിടത്തിൽ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ട്, വലിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് റെനാറ്റോ വെഗയ്ക്ക് നേരെ ഹെഡ് ചെയ്യാനുള്ള ബോളായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിന് മുമ്പും അതിന് ശേഷവും റെനാറ്റോ വെഗ കോർണറിൽ തന്നെ ഹെഡ് ചെയ്തിട്ടുണ്ട്. 2 വെളിയിലോട്ടാണ് പോയത്. പോസ്റ്റിന് മുകളിൽ കൂടെ വെളിയിലോട്ട് പോയതാണ്. അതുപോലെ തന്നെ ഇതും പോയേനെ, പക്ഷെ പിടിച്ച് വലിച്ചു എന്നുള്ളതുകൊണ്ട്, കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും പെനാൽറ്റിയാണ്. അദ്ദേഹം ഹെഡ് ചെയ്തേനാ ബോൾ. ഗോളാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഗോളാവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഹെഡ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അത് പെനാൽറ്റിയാണ്. ആ കാര്യത്തിലും യാതൊരു സംശയമില്ല. പിന്നെ വാദിക്കുന്നവർക്ക് എന്ത് വേണേലും വാദിക്കാം. എന്തായാലും മത്സരഫലം 2-1 പോർച്ചുഗലിന് അനുകൂലമായിരിക്കുന്നു. അടുത്ത മത്സരത്തിൽ മറ്റൊരു മത്സരത്തിലേക്ക് സ്പെയിനുമായിട്ട് പോർച്ചുഗൽ പോരാടുകയാണ്. സ്പെയിനിന്റെ മത്സരവും എടുത്ത് പറയേണ്ടതൊക്കെ ഒന്നുമില്ല. സ്പെയിൻ അടിച്ച് ലോസ് ഏഞ്ചലസിൽ സ്പെയിനിന്റെ അടി കൊണ്ട് വീണു. ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു മത്സരം, അത്രേ ഉള്ളൂ. ഓസ്ട്രേലിയ 3-0 സ്പെയിനോട് തോറ്റു. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് വേറെ ഒന്നും പറയാനില്ല. സുപ്പീരിയർ ഓഫ് പ്ലെയർ യാമിൻ യമാൽ ഗോൾ അടിച്ചില്ല, അസിസ്റ്റ് ചെയ്തില്ല. വോട്ടാണ് ചെയ്യുന്നത്. വോട്ടെടുപ്പിലൂടെയാണ് എടുക്കുന്നത്. അത് ആ വോട്ടെടുപ്പിലൂടെ തന്നെ അണ്ണനും സുപ്പീരിയർ ഓഫ് ദ മാച്ച് ആയി. 1 ടച്ച് ആണുള്ളത്. സുപ്പീരിയർ ഓഫ് ദ മാച്ച് പോർച്ചുഗൽ മത്സരത്തിൽ സുപ്പീരിയർ മാച്ച് ആവേണ്ടത് ഡിയോഗോ കോസ്റ്റയാണ് തോന്നുന്നത്. അതായത് 7 ഓൺ ടാർജറ്റ് ആണ് ഇന്നലെ ക്രൊയേഷ്യ അടിച്ചത്. അതിൽ 1 ഗോളായി, 6 സേവ് ചെയ്തു. മികച്ച ഗോൾ അവസരങ്ങളാണ് അവർ 2 മിഡ്ഫീൽഡേഴ്സും നന്നായിട്ട് കമാരിക്കും ലുക്കാ മോഡ്രിച്ചും ലെഫ്റ്റ് വിങ്ങിൽ ഇവാൻ പെരിസിച്ചും ഒക്കെ ക്രിയേറ്റ് ചെയ്ത അവസരങ്ങളൊക്കെ അദ്ദേഹം സേവ് ചെയ്ത് നിർത്തി.
അർഹതപ്പെട്ടത്. എന്തായാലും കളിയുടെ ഗതി അനുസരിച്ച് വോട്ടെടുപ്പിലൂടെ റെക്കോർഡാണ് ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം. ഇതുവരെ 6 വർഷമായിട്ട് ഗോൾ അടിക്കാൻ പറ്റാതിരുന്ന മനുഷ്യൻ ആ റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. പെനാൽറ്റിയാണ്. പക്ഷെ 6 വർഷവും ഗോൾ അടിച്ച മനുഷ്യനെ റെക്കോർഡ് ഇട്ടിട്ടുണ്ട് എന്നും പറയാം. അപ്പൊ 6 വർഷം 6 വട്ടവും. എന്തായാലും അതിനുശേഷം രാവിലെ നടന്ന മത്സരത്തിൽ ഇന്നലെ നമ്മൾ വലിയ ഹൈപ്പ് കൊടുത്താണ് അൾജീരിയയില് ഫുട്ബോൾ വികാരമാണ്, വികാരത്തിന് മുകളിലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ വ്യക്തമായ മേധാവിത്വം സ്വിറ്റ്സർലാൻഡ് എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി. സിദാന്റെ മോന്റെ വലയിലേക്ക് പെടാപ്പെടാതെ 2 ഗോൾ പറന്നു കയറി. പിന്നെ മഹാരാജാവിന് ഒന്നും ചെയ്യാനില്ലായിരുന്നു, പിൻവലിച്ചു മഹാരാജാവിനെ. എന്തായാലും സ്വിറ്റ്സർലാൻഡും റൗണ്ട് ഓഫ് 16 എത്തിയിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള നോക്കൌട്ട് ജയമാണ്. സാധാരണ റൗണ്ട് ഓഫ് 16 സ്വിറ്റ്സർലാൻഡ് പരാജയപ്പെടുന്നത്. തവണ റൗണ്ട് ഓഫ് 32 ഉള്ളത് കൊണ്ട് ഒരു മത്സരം നോക്കൌട്ടിൽ പരാജയപ്പെടുമായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. അദ്ദേഹത്തിന് അവരുടെ എതിരാളികൾ ആരാണെന്ന് ഇന്ന് ആദ്യത്തെ മത്സരം കഴിയുമ്പോൾ അറിയാൻ സാധിക്കത്തുള്ളൂ. ആദ്യത്തെ മത്സരം ഈജിപ്റ്റ് വേഴ്സസ് ഓസ്ട്രേലിയ. ഏഷ്യയിൽ നിന്ന് ബാക്കി ടീമുകളൊന്നും ഇല്ല, ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ. ആഫ്രിക്കയിൽ നിന്ന് ടീമുകൾ ഒരുപാട് ടീമുകളുണ്ട്. മൊറോക്കോ കേറിയിട്ടുണ്ട്. പിന്നെ ഈജിപ്റ്റ്. ഇന്നത്തെ 3 മത്സരങ്ങൾ ഈജിപ്റ്റ്, കോപ്പവർഡോ, ഗാന, 3 ടീമുകളും ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. അതില് ഈജിപ്തില് ഉറപ്പായിട്ടും കയറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഘാന ആർക്കെതിരെ? കൊളംബിയക്കെതിരെ. കൊളംബിയ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഘാന കയറും. പിന്നെ ഉള്ളത് കോപ്പവർദെ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നു കോപ്പവർദെ ജയിക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നു. പക്ഷെ മത്സരശേഷം ഞാൻ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബൈബിൾ റെഫറൻസ് എടുക്കുക. ഇവിടെ ഇതാ പ്രവാചകനിലും വലിയവൻ യഥാർത്ഥ മശിഹ. മത്സരശേഷം പറയാൻ അധികം വിചാരിച്ചിരിക്കുകയാണത്. അപ്പൊ എന്തായാലും കണ്ടറിയാം. ഇന്നത്തെ 3 മത്സരങ്ങളും ഉറക്കമടച്ച് കാണാം. വെളുപ്പിന് 3:30 അർജന്റീന കോപ്പവർദെ. എന്തായാലും ബാക്കിയുള്ള മത്സരങ്ങൾ എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളാണ് എല്ലാം. തുല്യശക്തി കോപ്പവർദെ അർജന്റീന മത്സരമേ ഉള്ളൂ തുല്യശക്തികളെന്ന് പറയാൻ പറ്റാത്തതെങ്കിലും ബാക്കി 2 മത്സരങ്ങൾ എന്തായാലും കൊളംബിയ ജയിച്ച് വരികയാണെങ്കിൽ ക്വാർട്ടറിൽ കൊളംബിയയുമായിട്ട് അർജന്റീനയ്ക്ക് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് തോന്നുന്നു. പ്രീ ക്വാർട്ടറിൽ ഇന്ന് ആദ്യത്തെ മത്സരം ജയിക്കുന്ന ഓസ്ട്രേലിയ ആയിട്ടായിരിക്കും അർജന്റീന, അല്ലെങ്കിൽ കോപ്പവർദെ വരുന്ന ടീം ഓസ്ട്രേലിയ ഓർ ഈജിപ്റ്റുമായിട്ടും. കൊളംബിയ ഗാന മത്സരത്തിൽ ജയിക്കുന്നവർക്ക് ഇവിടെ നമ്മൾ ഇന്ന് പറഞ്ഞ സ്വിറ്റ്സർലാൻഡുമായിട്ടായിരിക്കും മത്സരം വരുന്നത്. എന്തായാലും കണ്ടറിയാം ഫിഫ ലോകകപ്പിന്റെ ഗതി എന്തെന്ന്. സോ ഇന്ന് നാളെ